ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് നോക്കാനുള്ളത്. ആ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ π/2 തുല്യമാണ്. മാത്രമല്ല ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ π/2 തുല്യമാണ്. മാത്രമല്ല സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു π/2 തുല്യമാണ്. ഇതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കടാ. കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ π/6 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാവുന്ന റിസൾട്ട് നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് നമ്മളെ കയ്യിലുണ്ട്. അത് ഏതാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? അത് π/2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവർ കൊടുത്തിരിക്കുന്ന ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ആ എക്സ്പ്രഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് കൊടുക്കാം. നമ്മളിപ്പോൾ എഴുതിയ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും എക്സ്പ്രഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോസ് ഇൻവേഴ്സ് എക്സും ഇവിടെ ഒരു കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ എത്ര കോസ് ഇൻവേഴ്സ് എക്സ് ആയി? 2 കോസ് ഇൻവേഴ്സ് എക്സ് ആയി. പിന്നെ നോക്കണേ, മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സും ഇവിടെ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സും ആണ്. അത് തമ്മിൽ എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് വന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ π/6 ഉണ്ട്, ഇവിടെ π/6 ഉണ്ട്, ഇവിടെ π/2 ഉണ്ട്. π/6ഉം π/2ഉം തമ്മിൽ നമ്മൾ അങ്ങ് ആഡ് ചെയ്തു. π/6ഉം π/2ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90യും 30യും 120 ഡിഗ്രി എന്ന് വരും അല്ലേ? ജസ്റ്റ് അല്ലെങ്കിൽ LCM എടുത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ π/6 30 ആണ്, π/2 90 ആണ്, 120 ഡിഗ്രി ആയി. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് 2π/3 എന്ന് എഴുതാം. കാരണം π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. 60 × 2 120 ഡിഗ്രി. അല്ലെങ്കിൽ LCM എടുത്ത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. സോ ഇനി വാട്ട് ഈസ് കോസ് ഇൻവേഴ്സ് എക്സ്? അപ്പൊ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ ഈ 2 നേരെ താഴേക്ക് ഇങ്ങ് വരും. അപ്പൊ എന്ത് വരും? 2π/3 അവിടെ ഉണ്ട്, ഒരു 2 ഇങ്ങോട്ട് വരുമ്പോൾ 2π/3/2 ആയി അല്ലെ? അപ്പൊ ഇവിടുന്ന് 2 ക്യാൻസൽ ആയി പോയിട്ട് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ എന്ത് എന്ന് വന്നു? π/3 എന്ന് വന്നു. സോ കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ π/3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? കോസ് ഓഫ് π/3. കോസ് ഇൻവേഴ്സ് എക്സ് π/3 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു കോസ് π/3, അതായത് കോസ് 60 ഡിഗ്രി. കോസ് π/3ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ് അല്ലെ? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡന്റിറ്റി ഏതാ? പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ π/2 ആണ്. മറ്റൊരു ചോദ്യം നോക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ 2π/3 ആണ്. അങ്ങനെയെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എത്ര എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, നമുക്ക് വീണ്ടും നമ്മുടെ എക്സ്പ്രഷനിലേക്ക് തന്നെ തിരികെ പോകാം. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ശരിയല്ലേ? കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സിമിലർലി നമുക്ക് ഇങ്ങനെ എഴുതാലോ, സൈൻ ഇൻവേഴ്സ് വൈ പ്ലസ് കോസ് ഇൻവേഴ്സ് വൈയും എന്തായിരിക്കും? π/2 ആയിരിക്കും. അവിടുന്ന് നമുക്ക് കോസ് ഇൻവേഴ്സ് വൈനെ നമുക്ക് എന്ത് എഴുതാം? π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ എഴുതാം. ശരിയല്ലേ? ഇനി നോക്കണം, ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. 1+2 ചെയ്ത് കഴിഞ്ഞാൽ 1+2 ചെയ്ത് കഴിഞ്ഞാൽ 1+2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ, അതല്ലേ നമുക്ക് വേണ്ടത്? നോക്കാം, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു, അടുത്തത് റൈറ്റ് ഹാൻഡ് സൈഡിൽ π/2 പ്ലസ് π/2. π/2 പ്ലസ് π/2 എത്രയായി? π/2 പ്ലസ് π/2 ഡയറക്റ്റ് ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ അത് π/2 പ്ലസ് π/2, പിന്നെ ഒരു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, ഒരു മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത് നമുക്കപ്പോൾ ഇങ്ങനെ വരും, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെ π/2ഉം π/2ഉം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 2π/2, അതായത് പൈ എന്നായി അല്ലെ? മൈനസ്
ഇനി സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ എന്നാണ്. അപ്പൊ ഇവിടെ രണ്ടിലും മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എന്ത് എഴുതാം? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. എന്നാൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈയുടെ വാല്യൂ 2π/3 ആണ്. അപ്പൊ അത് നേരെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് പൈ മൈനസ് എന്ത് വന്നു? 2π/3 എന്ന് വന്നു അല്ലെ. 2π/3 അല്ലേ തന്നത്? 2π/3 വന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് 2π/3, 3 into പൈ 3π മൈനസ് 2π എത്ര വരും? ദ ഫൈനൽ ആൻസർ ഈസ് π/3 എന്ന് വരും. ഓപ്ഷൻ ഇ ആണ് ഇവിടെയും നമ്മുടെ റൈറ്റ് ആൻസർ. യെസ്, വൺ മോർ ക്വസ്റ്റ്യൻ, ഇതേ ടൈപ്പ് വെച്ച് ചെയ്യുന്ന വൺ മോർ ക്വസ്റ്റ്യൻ, ഈ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്ന വൺ മോർ ക്വസ്റ്റ്യൻ ഇതാണ്ടേ, ശ്രദ്ധിച്ചോ. 5 സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് 3 കോസ് ഇൻവേഴ്സ് ആൽഫയുടെ വാല്യൂ പൈ ആണ് എങ്കിൽ ആൽഫ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആൽഫ തന്നു എന്നുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എത്രയാണ്? കോസ് ഇൻവേഴ്സ് ആൽഫ. ഇങ്ങനെ എടുക്കാം. സൈൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് കോസ് ഇൻവേഴ്സ് ആൽഫ, എക്സിന്റെ പകരം ഞാൻ ആൽഫ എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു π/2. അവിടെ നമുക്ക് കോസ് ഇൻവേഴ്സ് ആൽഫ നമുക്ക് എന്ത് എഴുതാം? π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് എഴുതാം അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് 3 കോസ് ഇൻവേഴ്സ് ആൽഫയാണ്. അപ്പൊ 3 കോസ് ഇൻവേഴ്സ് ആൽഫ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ 3 കോസ് ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു 3 into π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ആൽഫ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് 3π/2 മൈനസ് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പൊ നമുക്ക് ഇത് ആരുടെ വാല്യൂ കിട്ടി? 3 കോസ് ഇൻവേഴ്സ് ആൽഫന്റെ വാല്യൂ ആണ് കിട്ടി. അത് ഇവിടെ കൊണ്ടുപോയി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. 5 സൈൻ ഇൻവേഴ്സ് ആൽഫ അല്ലെ. പിന്നെ 3 കോസ് ഇൻവേഴ്സ് ആൽഫയുടെ വാല്യൂ എത്രയാണ്? 3π/2 മൈനസ് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ. 3π/2 മൈനസ് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ. 3 സൈൻ ഇൻവേഴ്സ് ആൽഫ. ഓക്കെ ആണല്ലോ. അത് എത്രയാണ്? അത് എത്രയാണ്? പൈ ആണ് അല്ലെ. അത് പൈ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. സോ നോക്ക് നിങ്ങൾ, 5 സൈൻ ഇൻവേഴ്സ് ആൽഫ മൈനസ് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ. 5 സൈൻ ഇൻവേഴ്സ് ആൽഫയിൽ നിന്ന് 3 സൈൻ ഇൻവേഴ്സ് ആൽഫ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈൻ ഇൻവേഴ്സ് ആൽഫ കിട്ടി. ശരിയല്ലേ? ഈ 3π/2 നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. പൈ മൈനസ് 3π/2 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2π ഇതിന് സബ്ട്രാക്ട് ചെയ്യണം. പൈ നിന്ന് 3π/2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π മൈനസ് 3π. 2π മൈനസ് 3π എന്ന് പറയുമ്പോൾ മൈനസ് π/2 എന്ന് വന്നു. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ആരെ? 2 സൈൻ ഇൻവേഴ്സ് ആൽഫ. നമുക്ക് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ സൈൻ ഇൻവേഴ്സ് ആൽഫ എന്ന് പറയുമ്പോൾ നേരെ ഈ 2നെ താഴേക്ക് കൊണ്ടുപോവുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് π/2 into 2 മൈനസ് π/4. സോ വിച്ച് ഇംപ്ലൈസ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? ആൽഫയുടെ വാല്യൂ സൈൻ ഓഫ് മൈനസ് π/4. നമുക്കറിയാം സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. സോ ദിസ് ഈസ് മൈനസ് സൈൻ π/4. സൈൻ π/4ന്റെ വാല്യൂ 1/√2 ആണ്. സോ ദ ഫൈനൽ വാല്യൂ വിൽ ബി മൈനസ് 1/√2. മൈനസ് 1/2 ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.